ഏകദേശം കുതിരോട്ട മത്സരം കഴിഞ്ഞിട്ടേ ഇന്നാണ് നമ്മൾ കുതിരനെടുക്കണം കേട്ടോ. ഇവന് ജസ്റ്റ് ഇതാ ഒരു അലങ്കാരമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നവാബാണ്. അതേമാതിരി ഖലീഫിനെ നമ്മളിന്ന് എടുക്കുകയാണ്. എത്ര ദിവസമായി അറിയാം ഏയ്. അപ്പോൾ റേസിങ് കഴിഞ്ഞിട്ട് ഇന്നെടുക്കണം. നമ്മളൊരു വലിയൊരു പാൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളക്കാരുടെ പാൾട്ട് എന്ന് പറഞ്ഞാൽ കുതിരക്ക് വേണ്ട മാതിരിയുള്ള ട്രെയിനിങ് കൊടുക്കുക. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മീൻസ് അതിന് അടിച്ചോടിക്കാന്നല്ല. നമ്മൾ റേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുതിരനെ അധികം എടുക്കില്ല. ഇതിൽ എടുക്കണ തന്നെ ഒരൊറ്റടിക്ക് ഓടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ എടുത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടാളിങ്ങനെ എടുത്തിട്ട് ഒരു വാക്കും ത്രോട്ടൊക്കെ ആയിട്ട് കുറച്ച് ലോങ് പോകണമെന്ന് ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. സൺഡേ അല്ലെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റാമിന എന്ന സാധനം നമ്മൾ മെല്ലെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഈ ലോങ് ഈ കുതിര മത്സരം 500 മീറ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ കുതിര സ്റ്റാർട്ടിങ് മുതൽ ഒടുക്കും വരെ നമുക്ക് അതേ ഫാസ്റ്റിൽ ഓടി തരുള്ളൂ. ഓക്കെ. അത്യാവശ്യമൊക്കെ ഇങ്ങനെ ഓടിപ്പോഴേ കുതിർക്കുമാണ് ചെറിയ റെസ്റ്റൊക്കെ. അപ്പം ഒന്നിങ്ങനെ വാക്കിങ്ങിലാണ്. ഒരു ഇറക്കാണിത്. അപ്പോൾ ഇറക്കായപ്പോൾ ഒന്നിങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് നടത്തി. ഇനിയും കുറേ പോകാനുള്ള ഇന്നൊരു ലോങ് റൈഡിലോട്ട് ഇറങ്ങിയതാണ്. ഓക്കെ. ഇതാണ് നമ്മളൊരാൾ വേണ്ട. പോകണ്ട നിങ്ങൾ ഉണ്ടോ കാല് മാറ്റിക്കൊണ്ടിരിക്കണേ. എന്താ സംഭവം അറിയോ? നമ്മൾ അവിടെ ഒരു കുതിര ഉണ്ട്. ഈ പാടത്ത് ഒരു കുതിര കിടക്കുന്നുണ്ട് നമ്മളിങ്ങനെ പോരുമ്പോൾ. അപ്പോൾ ആളെന്താ വെച്ചാൽ രണ്ടാളെ അടങ്ങി നിൽക്കണില്ല. ഇതാ ഞാൻ ഒന്ന് കാണിച്ചാൽ ജസ്റ്റ് രണ്ടാൾക്കും അങ്ങോട്ട് പോകണം. ഒരു പുതിയ കുതിര നമ്മൾ ഇക്ബാൽക്കാർ മൂപ്പര കുതിര ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ട അവിടെ ഒരു കുതിര എടുക്കണുണ്ട് നിങ്ങൾ. ഞാൻ ഈ കുതിരപ്പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. ആണ് അവിടെ ഒരു കുതിര ഉണ്ടില്ലേ. ഈ കുതിരനെ കണ്ടിട്ട് ഇതാ ഇവര് ഇവിടെ വല്ലാതെ തിരിഞ്ഞ് ഉണ്ടോ. രണ്ടാളെ സൗണ്ട് കണ്ടില്ലേ. ഉണ്ടോ ഇങ്ങനെ കംപ്രമൈൻഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതും മെയിലാണ് ഇവനും മെയിലാണ്. 2 ആൺകുതിര 3 ആൺകുതിരയാണ്. ഇത് 2 ആണാണ് ഓനാണാണ്. പക്ഷേ ഒരു പുതിയ കുതിരനെ കണ്ട ഒരു സ്വഭാവം ഇപ്പോൾ അവിടെ കാണിക്കൊണ്ടിരിക്കണേ. അതാണ് ഈ മെയിൻ ചെയ്യണേ ഇല്ല. ഇവര് രണ്ടാളും അവിടെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കണേ. നമ്മളെ ഒരു മാർവാരിൻ്റെ ചെവിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അത് ലവ് മാറിയാണ് നിൽക്കും. ഇതുകൊണ്ട് ഞങ്ങൾ ഇവൻ്റെ ചെവിൻ്റെ ഇവൻ്റെ ഒരു പ്യുവർ മാർവാരി കുതിരയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി അതിൻ്റെ ആ ചെവിമ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അടുക്കേ പോവാ. ഇങ്ങനെ അങ്ങോട്ടല്ലേ ആണ്ടോ ഈ ചെവി വേണ്ടിയില്ല ഞങ്ങൾ ആ ചെവിൻ്റെ ഇത് നിൽക്കണ കണ്ടില്ലേ. വാ പോവാൻ നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മളൊരു കൂട്ടുകാരുണ്ട് ഇക്ബാൽ എന്ന് പറയും. അപ്പോൾ മൂപ്പര അടുത്ത് വന്നത്. പക്ഷേ മൂപ്പര വീട്ടിലേക്ക് നമ്മൾ പോകണില്ല. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ കുതിരാട്ടിയും വലിയ ഭീകരന്മാരുണ്ട്. ഒരു 3-4 നായ്ക്കളുണ്ട് അവിടെ. ഒരു 3 ബെൽജിയം മൈൽനോസ് ഉണ്ട്. ഇപ്പോൾ പുതിയ കൊടുന്നൊരു ബെൽജിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ടെറർ മെയിൻ്റ്, ഭയങ്കര ടെമ്പർ മെയിൻ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണില്ല. കൂടും കാര്യങ്ങളൊക്കെ ഓനെ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഓൻ പുറത്തുള്ളത്. അപ്പോൾ വന്നിട്ട് പോകാൻ വിചാരിച്ചേക്കാം. അപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ അവിടെ. എന്തായാലും അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. മാതി പൊളിക്കണതാ. എന്നാ ഒന്ന് നിങ്ങൾ രണ്ടാളും ഒന്ന് അടുത്തൊന്നുള്ളൂ കേട്ടോ. അതൊന്നല്ല നിങ്ങൾ സ്മെല്ല് ചെയ്ത് കളിച്ചോളൂ. മറ്റവൻ്റെ സ്മെല്ല് അത് അടിയാവും. നിങ്ങൾ സ്മെല്ല് ചെയ്തോ കേട്ടോ. ഇവർ തമ്മിൽ സ്മെല്ല് ചെയ്തോട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാവും. അടി അല്ല അടി. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ കുതിരൻ്റെ റെയിൻസും പിടിച്ച് നിൽക്കുകയാണ്. അപ്പം കടിച്ചാൽ ചിലപ്പോൾ നമ്മൾ നിലത്തുണ്ടാവും കേട്ടോ. ഇല്ല അങ്ങനെ നിലത്തേക്കൊന്നും പോവില്ല. വേറെ കാര്യം തമാശ പറഞ്ഞെന്നുള്ളൂ. ഇവന് അതൊന്നും വേണ്ട. ഇവൻ അങ്ങോട്ട് പോണത് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ പിടിക്കുന്നില്ല. ഓൻ്റെ ഇഷ്ടത്തിന് പോവാൻ തിരിഞ്ഞ് പോവാണ് ആ കുതിരൻ്റെ അടുത്തേക്ക്. പക്ഷെ ഇപ്പോൾ നമ്മൾ ലോക്ക് ചെയ്തു. എല്ലാം അങ്ങോട്ട് ആക്കാൻ പറ്റില്ല. ആ കുതിരൻ്റെ മെയിൻ്റെന്ന് നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ ആളാണ് ആ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ആളാണ് ഈ കുതിരൻ്റെ ബാക്കിലുള്ളത്. അതാണ് നമ്മളെ ആള് ഇക്ബാല് അറിയും. ഇവിടുന്ന് വരുന്നപ്പോൾ കാട്ടുന്നോ ആ മൂപ്പര് വരാതെ മൂപ്പരെ പെരീക്കണ കിടക്കാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ സീനൊക്കെ ഉണ്ട് ഇവിടെ. മൂപ്പരെ വീട് അവിടെയാണ്. മൂപ്പരാണ് മുന്നോട്ട് പോട്ടെ. എന്നാ മുതലാളി നിങ്ങൾ മുന്നോട്ട് പോയിക്കാണേ ആദ്യം. മൂപ്പരാണ് പെരീക്ക് കടന്നിട്ട് നമുക്കാണ് പോകാൻ പറ്റുള്ളൂ. ഒന്നുമല്ല ഞാൻ പറഞ്ഞു അവിടെ കൊടും ഭീകരന്മാർ അവിടെ
കൊടും ഭീകരന്മാരായ ആളുകളുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ തുടങ്ങും കാര്യങ്ങളൊക്കെ. ഭീകര നമുക്ക് കാണാം. ഭീകരരൊക്കെ ലോക്ക് ചെയ്തില്ലേ കോൽ ഭായി? എല്ലാവരും ലോക്ക് ചെയ്തണോ? ഇപ്പോൾ ലോക്കലാണ്. 2 ഭീകരനുണ്ട്. മോനെ ഇതിനുള്ളിൽ കിടക്കാൻ പറ്റില്ല. വേണ്ട, രണ്ടും ബെൽജിയ. ഇതിപ്പോൾ നമ്മൾ കണ്ട എനർജി വേണ്ട. ഇവിടെ ഒരു ബെൽജിയ ഉണ്ട് കേട്ടോ. ഇത് ഫീമെയിലാണ്. അപ്പോൾ പിന്നെ അത്ര സ്ട്രോങ് അല്ല. ആ കൂടുതൽ ഭയങ്കര സ്ട്രോങ് ഉള്ള ആളുണ്ട്. ഇവിടെ ഒരാളുണ്ട്, അവിടെ കുറച്ച് കുട്ടികളുണ്ട്. ആരെ സ്ട്രോങ് ഇല്ലാന്ന് സ്ട്രോങ് ഉണ്ട്. ഇയാളെ പറ്റണില്ല. ഇത് ഇവിടെ ഉള്ളൊക്കെ സ്ട്രോങ് കേട്ടോ. ഇക്ബാലിന്റെ പെരി വന്നാൽ ഇതേമാതിരി ഇതേതൊക്കെ പോലെ അല്ലീഗറോ പറഞ്ഞ സാധനം. ഇവിടെ ഒരാൾ കിടക്കണുണ്ട്. നിങ്ങൾ ഇത് ഇന്നലെ പ്രസവിച്ചിട്ടുള്ളവർ, ഇന്നലെ ഞാനിട്ട് പ്രസവിച്ചിട്ടുള്ളത്. ഓ അയ്യോ, ചെറിയൊരു കുട്ടി ഉണ്ട്, നല്ല ക്യൂട്ടില് കാണാം. വൈറ്റ് അത്. ഇത് നമ്മളാ മൂരിയാളെ ഇതല്ലേ, മൂരിക്കാളിൻ്റെ. ആ ഇതണ്ടില്ല ആള് നല്ല ഭംഗിയോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടാ. ബാ, സ്മെല്ലുണ്ടോ? കുതിരൻ്റെ സ്മെല്ലുണ്ടോ നോക്കിയാ? ഇവിടെ പാടി. ഓ ഇതാ, ഇത് പ്രസവിച്ച ഇക്വാലിൻ്റെ പേരിൽ എല്ലാ സാധനവും ഉണ്ടാവും കേട്ടോ. ഇതാ ഇവിടെ 2 എന്താണ് ഇക്വാലെ, ഇതെന്താ കാങ്കലോ? കാങ്ക്രേജ് മറ്റേ ഇതിനകത്ത് ഇവിടെ ധാരാണ്ടോ. അതൊക്കെ ഇക്ബാലിൻ്റെ ഓരോ സാധനങ്ങളാട്ടോ. അപ്പുറത്തുണ്ടോ ആരെയും കുട്ടി തളി? ഇതൊക്കെ നമ്മളെ ഇക്ബാൽക്കാരൻ്റെ ഇത് രണ്ടാണ് നിൽക്കണം. പക്ഷേ സെൽഫി അയ്യോ പറ ഇന്ന കുത്തിക്കൊല്ലിക്കാനുള്ള പരിപാടിയല്ലേ. ഇറ്റയ്ക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇറ്റ ഇതിലൊരു കൂട്ടായിട്ടുണ്ടാവും, ഇതിലൊരു നേതാവ് ഉണ്ടാവും. അതേമാതിരി ഇറ്റ ഈ യജമാനെ നല്ലോണം തിരിച്ചറിയണം. ബാക്കിയുള്ളവരെ പറ്റൂല. അല്ല ഇണങ്ങാൻ പണിയാണ് അല്ലേ. സെറ്റ് ഭയങ്കര സെറ്റാണ്. അല്ലെങ്കിൽ കൊമ്പിട്ടാണ് നമ്മളിട്ട് മിന്നെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഇതിനെ കാണാം? രസമില്ലേ? ഇക്ബാലിൻ്റെ വീട്ടിലേക്ക് വന്നാൽ എന്താ വെച്ചാൽ എല്ലാ ജന്തുക്കളും നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇതാണ്ടോ കുറേ കോഴികളുണ്ട്, താറാവുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഒക്കെ ഇതാ അവിടെ ഇക്ബാൽക്കാൻ്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ കുറേ ഐറ്റംസുകളുണ്ടാവും. ഇതാ കോഴിയും താറാവും പ്ലെയിൻ ഡക്കും യൂണിക്കോയും ഒക്കെ ഒരുമിച്ച കയറാം. കണ്ടില്ല? ഇതിലൊക്കെ ഒരേ ലെവലിലെ കയറാം. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട് കേട്ടോ. ആട് ഫാൻസി കോഴികളും ഒക്കെ ഇവിടെ ഉണ്ടാവും. ഇത് കുറേ താറാവാണ്. ഇതാണ്ടോ അതിനുള്ളിലാണ് ഇവിടെ ഫാൻസി ആയിട്ടും ഇത് ഇതാണ്ടോ. കണ്ടില്ല? എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതവിടെ ഒന്ന് കാണുന്നു, കൂട്ടിലൊന്ന് കാണുന്നു. ഇതേത് ഇതിനാവാം, മൂപ്പരോടെ ചോദിക്കേണ്ടി വരും. ഇതാ ഇവിടെ ഒന്ന് ഇരിക്കുന്നുണ്ട്. ഇതാ എല്ലാ ഐറ്റംസും. പിന്നെ കുറേ ഡോഗാണ്. ഡോഗുകളൊക്കെ കണ്ടില്ല നിങ്ങൾ നേരത്തെ? അപ്പോൾ നമ്മൾ ഇക്ബാൽക്കാനോട് ഇവിടെ പറയാം. ഭായി നമ്മൾ പോകണം കേട്ടോ. എന്നാൽ എന്തായാലും നമുക്ക് പിന്നെ കാണാം. അതൊക്കെ ഉണ്ടാവും, ഒന്നും വേണ്ട. ഇതാ ഇക്ബാലിൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഇവിടെ ഈ കൂട്ടിലൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഈ പരിക്ക് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടായി വരുമ്പോൾ ശ്രദ്ധിച്ച് വന്നോളി അല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 10-25 കിലോമീറ്ററോളം റൈഡ് കഴിഞ്ഞ് വന്നു കേട്ടോ. ഇന്ന് കുറച്ച് ലോങ് റൈഡ് ഞാൻ ചെയ്തതിന് ഒരു 25 കിലോമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ് വന്നാണ് പറഞ്ഞിങ്ങനെ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഫസ്റ്റ് ഭാഗത്തുള്ള ആ വിയർപ്പിൻ്റെ ഉള്ള ചളികളും കാര്യങ്ങളൊക്കെ ഒന്ന് പോയാൽ കുതിര ഒന്ന് കൂളാവും. ഒന്ന് തണുക്കണമെന്നല്ല, അത്ര ലോങ് പോകുന്നതല്ലേ. ഓക്കെ.